ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ വിമൽ ക്രോണിക്കിൾസ്. ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു 28 ഇയേഴ്സ് ഓഫ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ബോത്ത് ഇൻ ക്ലിനിക്കൽസ്, ഫാക്കൽറ്റി, അതുപോലെ തന്നെ ഇന്ത്യയിൽ എബ്രോഡിൽ എല്ലാം ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ഡെത്തുകളെ കുറിച്ചാണ്. അപ്പം ഒരു നേഴ്സായിട്ട് നമ്മൾ ക്ലിനിക്ക് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ കുറേ ഡെത്തുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡെത്തുകൾ നമ്മൾ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഈ ഡെത്ത് മാനേജ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ചില ഡെത്തുകളൊക്കെ ചില ഫണ്ണി ആയിട്ട് തോന്നാറുണ്ട്. ഡെത്ത് ഒരു റിയലി സാഡായിട്ടുള്ള സ്റ്റോറിയാണ്, പക്ഷേ ചില സമയത്ത് അതിൻ്റെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മാനേജ്മെൻറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ തോന്നും. അതുപോലുള്ള ചില സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് ഡെത്തുകൾ, ആയിരക്കണക്കിന് ഡെത്തുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കരിയറിൽ ഞാനൊരു നല്ല സമയവും ക്രിട്ടിക്കൽ കെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്യാൻസറിൽ ഹെമറ്റോളജി, ഓങ്കോളജി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ പിന്നെ ഞാൻ ഉണ്ടായിരുന്നത് നഴ്സിംഗ് ഹോംസിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഡെത്ത് ഞാൻ ഒരു മെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ഒരു 2 ഡെത്തുകൾ എന്ന് വെച്ചാൽ, ഒന്ന് ഒരു ഷോൺ മറോൺ ഡെത്താണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒരു സ്റ്റോറി ആയിട്ട് ചെയ്യാം. അതൊരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഡെത്താണ്. പിന്നെയുള്ള ഒരു ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ RCCയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ 5th ഫ്ലോറിൽ, അത് 2000 കാലങ്ങളില്ല, 2000 സംതിങ്, 2005 4 കാലങ്ങളിലൊക്കെ ഞാൻ RCC വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 10-20 വർഷം മുമ്പത്തെ സ്റ്റോറി ഞാൻ പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അപ്പം ഞാൻ 5th ഫ്ലോറിൽ ഞാനവിടെ കീമോയിൽ ഡേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ 5th തന്നെ ഒരു പേവാടുണ്ട്. ആ പേവാടിൽ പോയിട്ട് നൈറ്റ് എടുക്കണം. അപ്പോൾ അവിടെ നൈറ്റ് എടുക്കാനായിട്ട് ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഞാനവിടെ കണ്ടതെന്ന് വെച്ചാൽ, അവിടെ ഒരു കെയർ അസിസ്റ്റൻറ്റ്, അപ്പോൾ ഈ RCC തന്നെ ഒരു കെയർ അസിസ്റ്റൻറ്റ് കോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് നിർത്തി, പിന്നെ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്തോ ഓങ്കോളജി കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിനൊക്കെ എന്തെങ്കിലും അക്രഡിറ്റേഷനോ വല്ലതും ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഉള്ള ഈ സംഭവം അവിടെ നടക്കുന്ന സമയത്ത്, ഞാനവിടെ 5th ഫ്ലോറിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം നൈറ്റ് എടുക്കാൻ വന്നു. അപ്പോൾ നൈറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാനവിടെ 7:30 ചെല്ലുന്നത്. ഞാൻ സാധിച്ച് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാൻറ്റീനിൽ ചെന്നിട്ട്, ക്യാൻറ്റീനിൽ ഈ വൈകുന്നേരം അവിടുത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുഡൊക്കെ നമുക്ക് ചോറൊക്കെ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കോരി തരും. അപ്പോൾ അങ്ങനെ ചോറുമൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. 7 ആയപ്പോഴത്തേക്കും നമ്മൾ 5th ഫ്ലോറിൽ പ്രത്യക്ഷപ്പെട്ടു. 5th ഫ്ലോറിൻ്റെ പേവാട്, അത് പേവാടാണ്. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു, എടാ, അപ്പോൾ ഞാനൊന്നൊരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ, നമുക്ക് ഒരു VIP പേഷ്യൻ്റ് ഉണ്ട്. റൂം നമ്പർ എനിക്ക് ഓർമ്മയില്ല. ആ സൈഡിലത്തെ ഒരു റൂമിലാണ് കിടക്കുന്നത്. നഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂമിലാണ് കിടക്കുന്നത്. പുള്ളി ഒരു കോളേജ് പ്രൊഫസറാണെന്നാണ് പറഞ്ഞത്. കോളേജ് പ്രൊഫസറുടെ ബ്രദറാണ്. കോളേജ് പ്രൊഫസർ കോട്ടയത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോളേജിൻ്റെ പ്രൊഫസറാണ്. എനിക്ക് ആ പുള്ളിയുടെ ഫർദർ ഡീറ്റെയിൽസ് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതൊരു VIP പേഷ്യൻ്റ് ആയിരുന്നു. കാരണം അവർ ഈ പേഷ്യൻറ്റിന് ഒരു ലുക്കീമിയ ഇൻഡക്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഈ ലുക്കീമിയ ഇൻഡക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ALL തോന്നി, AML ഇൻഡക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇൻഡക്ഷൻ സമയത്ത് പേഷ്യൻ്റെ പാരലിറ്റിക്കലീസ് അടിച്ചു. ഈ അന്നത്തെ കാലത്ത് ഈ RCCക്ക് പാരലിറ്റിക്കലീസ് ഒന്നും മാനേജ് ചെയ്യാനുള്ള വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന പരിപാടിയൊക്കെ, ഞാനത് കഴിഞ്ഞിട്ട് UK-ലും അയർലൻഡിലും ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇവർ ചെയ്യുന്ന പല പരിപാടി പൊട്ടത്തരങ്ങളാണ് അവർ കാണിക്കുന്നത്. ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ഇവരുടെ പല പരിപാടികളും കാണിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനതിലേക്ക് പിന്നെ വരാം. അപ്പം ഇവർക്ക് പാരലിറ്റിക്കലീസ് അടിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ പാരലിറ്റിക്കലീസ് അടിച്ച പേഷ്യൻസിനെ ഞാനവിടെ ഐറിഷ് ഫെസിലിറ്റിയിലും മാനേജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ കൺസൾട്ടൻ്റ് ഡോക്ടർ എംകസ് ഒമാറ, അതുപോലെ പ്രൊഫസർ ഡോക്ടർ ഓവൻ സ്മിത്ത്, അതുപോലെ ഡോക്ടർ ജെയിൻ പിയേഴ്സ്, ഡോക്ടർ മൈക്കിൾ കാപ്ര, ഡോക്ടർ കൊറീന മക്മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള കൺസൾട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറോപ്പിലെ തന്നെ, അല്ല ഈ ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഹെമറ്റോളജി, ഓങ്കോളജി കൺസൾട്ടൻസ് ആണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം അവരുടെയൊക്കെ ഒരു അപ്രോച്ചും ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയും ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ്, നമ്മുടെ അവിടെ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ്. ഞാൻ നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പേഷ്യൻ്റ് അവിടെ ഉണ്ട്. ഞാൻ ആ പേഷ്യൻറ്റിനെ പോയി കണ്ടു. പേഷ്യൻ്റെ ബ്രദർ അവിടെ ഇരിക്കുന്നത്. അപ്പം പേഷ്യൻ്റെ ബ്രദർ അവിടെ ഇരിക്കുന്നത് എനിക്കൊരു 4 നൈറ്റ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഒരു കൺസേൺ വെച്ചാൽ വയറ് പെട്ടി പോലെ വീർത്തിരിക്കുക. വയറ് പാരലിറ്റിക്കലീസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ സ്കോപ്പൊന്നും ഇല്ലല്ലോ. കാരണം വയറ് പെട്ടി പോലെ ഗ്യാസ് വന്നിട്ട് വീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടി പോലെ വീർത്തിരുന്നിട്ട് ഈ പേഷ്യൻറ്റിന് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ശ്വാസം മുട്ടാണ്. കാരണം ഈ ഡയഫ്രം മുകളിലേക്ക് പുഷ് ഔട്ട് ചെയ്യുന്ന കാരണം ഭയങ്കര ശ്വാസം മുട്ട്. പേഷ്യൻ്റെ പ്രോപ്പർ പൊസിഷനൊക്കെ വെച്ചിരിക്കുക. നല്ലൊരു മനുഷ്യനാണ് ഈ പേഷ്യൻ്റെ ബ്രദറും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രിയിൽ വന്നിട്ട് ഒരു കൺസൾട്ടൻറ്റ്, ആ കൺസൾട്ടൻറ്റ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്ന് പുള്ളി ഒരു ജൂനിയർ കൺസൾട്ടൻ്റ് ആയിരുന്നു.
അപ്പോൾ ഈ കൺസൾട്ടൻറ്റുമായിട്ട് എനിക്ക് ചെറിയൊരു ഒരു 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 ഞാൻ പുള്ളിയായിട്ടൊക്കെ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷേ അവരുമായിട്ട് ചെറിയൊരു ഒരു 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 റോ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ കൺസൾട്ടൻറ്റ് രാത്രി കാണാൻ വരും, ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല, ഈ കാണാൻ വരും. അപ്പം കാണാൻ വരുമ്പോഴത്തേക്കും പുള്ളി അവിടെ വന്നു, പുള്ളി നോക്കി, പുള്ളി കഴിഞ്ഞിട്ട് പറഞ്ഞു പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യേ, നീ 2.5 മോർഫിൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2.5 മോർഫിൻ അന്ന് കൊടുത്തു. അതായത് 1+1 എന്നും പറഞ്ഞ് കൊടുത്തു. 2.5 ഇല്ല, 1+1 1 മില്ലിഗ്രാം മോർഫിൻ കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 കൂടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1+1 കൊടുത്തിട്ട് പുള്ളി അന്ന് രാത്രി കിടന്ന് ഉറങ്ങി, ശരിക്കും ഉറങ്ങിയില്ല, പക്ഷേ ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി അന്നത്തെ നൈറ്റും കഴിഞ്ഞ് പോയി, സംഭവം എല്ലാം കഴിഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പകൽ കൂടി ഉണ്ട്, ഇവർക്ക് പ്രത്യേകിച്ച് പാലറ്റിക്കലി പ്രത്യേകിച്ച് മാനേജ്മെൻറ്റില്ല, ലെറ്റ് ദ ടൈം ടു ഡു ഇറ്റ്, ദ ലെഫ്റ്റ് ഇറ്റ് ഫോർ ടൈം ടു ഡു ഇറ്റ് എന്നാണ് പറയുന്നത്. കാലത്തിന് വിട്ടുകൊടുത്ത് സമയത്തിന് വിട്ടുകൊടുത്തിരിക്കുക, കുറച്ച് സമയം നോക്കുകയും ചിലപ്പോൾ ഇത് തന്നെ പൊങ്ങി വരും, പൊങ്ങി വന്നാൽ രക്ഷപ്പെട്ടു. അങ്ങനെ അപ്രോച്ചായിരുന്നു അന്നത്തെ കാലത്ത്, ഇപ്പം മാറിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ച് ഞാൻ പിറ്റേ ദിവസം നൈറ്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സെയിം പേഷ്യൻ്റ്, ഈ സെയിം റൂം തന്നെ എനിക്ക് കിട്ടി, ആ ഫ്ലോറിലുള്ള പേഷ്യൻ്റ്. അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മെയിലാണല്ലോ, അപ്പോൾ ഈ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് നമ്മൾ എങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ രാത്രിയിൽ അവിടെ ഒറ്റയ്ക്കായി ഡ്യൂട്ടി എടുക്കുന്നത്, നൈറ്റൊക്കെ എടുക്കുന്ന ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ല അവിടെ കുത്തിയിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അതായത് നമ്മുടെ ഈ കാലിൻ്റെ ചൂട്ടി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഈ കാലിൻ്റെ ചൂട്ടി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഒരു കൂട്ടാണല്ലോ, അപ്പോൾ അവിടെ എല്ലാം പെണ്ണുങ്ങളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു നമ്മുടെ പേവാർഡിൻ്റെ ഫ്ലോറിൽ ഒരു പ്രേതബാധയാണോ ഒരു ദേവി ഒരു സഞ്ചലനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസൊക്കെ അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ സ്റ്റോറി പിന്നെ വിളിച്ചു വരാം, അപ്പോൾ ഇതിനകത്തും വരാം. അപ്പോൾ ഈ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് താഴെ കിടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മെയിലല്ലേ, അപ്പോൾ എന്നോട് പറഞ്ഞ ബ്രദറെ ഞാൻ അകത്ത് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ മെയിലാണല്ലോ, നമുക്ക് ഞാൻ ധൈര്യശാലിയാണല്ലോ, അപ്പം മെയിലായത് കാരണം ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ അകത്ത് കിടന്നോളാം പറഞ്ഞു. അങ്ങനെ 2 മണിക്കൂർ ഞാൻ അകത്ത് പോയി കിടക്കും. അത് 2 മണിക്കൂർ അകത്ത് പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചു ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ കൊച്ചകത്ത് പോയി കിടന്നുറങ്ങി. സാധാരണ ആ സമയത്ത് ഈ കൊച്ചിൻ്റെ കാലിൻ്റെ അടിയിൽ, അതായത് മീൻസ് ആ ഫ്ലോറിൽ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ നേഴ്സ് പെണ്ണുങ്ങളായതുകൊണ്ടാണ് കേട്ടോ, പുരുഷന്മാർക്ക് അങ്ങനെ ഇല്ല, പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പം എന്നോട് അതിനു മുമ്പ് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ആ സെറ്റപ്പ്, അപ്പം ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ഈ കൺസൾട്ടൻ്റ് അവിടെ വന്നു. ഈ കൺസൾട്ടൻ്റ് പുള്ളി VIP പേഷ്യൻ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പേഷ്യനെ കാണാൻ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്നലെ ശരിക്കും ഉറക്കം ശരിയായില്ല. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു അന്നിപ്പോൾ ഒരു 1+1 2 അല്ലേ കൊടുത്തത്, നീ ഒരു കാര്യം ചെയ്യും, 2 ഒന്നിച്ചങ്ങ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 ഒന്നിച്ചങ്ങോട്ട് കൊടുത്തു. 2 ഒന്നിച്ചങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് റിലാക്സ് ചെയ്ത്, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യൻ്റ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഉറങ്ങി കഴിഞ്ഞ ശേഷം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനത് കഴിഞ്ഞിട്ട് പക്ഷേ എല്ലാ ഡോറും തുറന്നിടും. സാധാരണ ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്, എപ്പോൾ വർക്ക് ചെയ്താലും ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എപ്പോഴും ഞാൻ അലർട്ടായിരിക്കും. അതായത് ഞാൻ ഈ ചെയ്യുന്ന ജോലിയോട് 100% ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് ഇന്നും അങ്ങനെയാണ്, അല്ലാതെ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിട്ട് മുങ്ങുക, അകത്ത് പോയി കിടന്ന് ഉറങ്ങുക തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. ഞാൻ ഉറക്കളച്ച് അവിടെ ഇരുന്ന് ഈ പേഷ്യനെ നോക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കെതിരെ യാതൊരുവിധ ഒരു കൺസേണോ ഞാൻ ഈ ക്രിട്ടിക്കൽ കെയറിൽ എത്ര വർക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ശ്രീധയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ തന്നെ നോർത്തേൺ ഐറിഷ് ഫെസിലിറ്റിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണി 2 മണി സമയമായി. അപ്പോൾ ഈ വെള്ളം ഡ്രിപ്പ് ചെയ്ത് വീഴുന്നൊരു ഒച്ച കിട്ടും. അപ്പം ഞാൻ നോക്കി, വെള്ളം ഡ്രിപ്പ് ചെയ്ത് എന്നാ സംഭവിക്കുന്നത് ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് തന്നെ വെള്ളം വീഴുന്നത്, ടാപ്പ് തുറന്നിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ റൂമിൻ്റെയും ഡോർ തുറന്നിട്ടിരിക്കുക, ഹാഫ് ഡോർ തുറന്നിട്ടിരിക്കുക. ഞാൻ എല്ലാ റൂമിലും കയറി നോക്കുക. അപ്പോൾ ഈ റൂമിൽ നിന്നാണല്ലോ വെള്ളം വീഴുന്നത്. ഞാൻ ഈ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ കട്ടിലേന്ന് വെള്ളം താഴോട്ട് വീഴുക. അപ്പം കട്ടിലേന്ന് വെള്ളം താഴോട്ട് എങ്ങനെയാണ് വീഴുന്നത്, പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ പുള്ളിക്ക് നല്ലോണം ഉറക്കാം. അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി, മുന്നോട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഉറക്കം തൂങ്ങി, പുള്ളിയുടെ വായിൽ കൂടെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒഴുകി ഈ ഷീറ്റ് മൊത്തം നനഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി താഴോട്ട് ഒഴുകുന്ന ഒച്ചയെ ക്ലിങ് എന്ന് പറഞ്ഞ് വെള്ളം തുള്ളി വെച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ബ്രദർ ഇവിടെ ഇരുന്ന ഈ പുള്ളിയുടെ സഹോദരൻ പേഷ്യൻ്റ് ഉറങ്ങുന്ന കാരണം ഈ ബ്രദർ ഇരുന്ന് ഉറങ്ങിപ്പോയി. കാരണം ഒത്തിരി ദിവസമായിട്ട് ഉറക്കമില്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് സംഭവം മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് നമുക്ക് പേഷ്യൻ്റ് ഈ പാരലിറ്റിക് കേസ് ആകുമ്പോൾ സ്റ്റൊമക്ക് മൊത്തം വെള്ളമാണല്ലോ. അപ്പോൾ പുള്ളി ഒന്ന് റിലാക്സ് ചെയ്തപ്പോഴത്തേക്കും ഗ്യാസ്ട്രിക് റിലാക്സ് ചെയ്തു, വെള്ളം മൊത്തം മുകളിലോട്ട് കയറി, പുള്ളിയുടെ പൾമറി മടിച്ചില്ല, അങ്ങ് മൊത്തം വെള്ളത്തിൽ നിറഞ്ഞ് പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയിൽ വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞാൻ പെട്ടെന്ന് തന്നെ
പെട്ടെന്ന് ഒരു നിമിഷം ഷോക്കായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് ഡെത്ത്, ആയിരക്കണക്കിന് ഡെത്ത് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ ഷോക്കായി. എന്ത് ചെയ്യണം എന്നുള്ളൊരു അഴിയറിയത്തില്ല. പെട്ടെന്ന് ഓടി വന്നിട്ട് ഞാൻ ഈ കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ തിരിച്ച്, പുള്ളി പറഞ്ഞപ്പോൾ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ പുള്ളി ഈ ബ്രദർ എഴുന്നേറ്റിട്ടില്ല. ബ്രദറോട് ഞാൻ പറഞ്ഞു, ഞാൻ തട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ഈ പുള്ളി ഉറങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പ്രശ്നമുണ്ട്, പുള്ളി കുറച്ച് അത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പം എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പുള്ളി തട്ടി വിളിച്ചപ്പോൾ പുള്ളി അനങ്ങത്തില്ല, വായിക്കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങേർക്ക് ഏകദേശം പിടി കിട്ടി. അപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, CPR എടുക്കാൻ ഒരു സ്കോപ്പില്ല, റൈഗർ മോർട്ടിസ് അടിച്ചിരിക്കുക, എക്സ്പെക്ട് ദ വേസ്റ്റ് എന്ന് പറഞ്ഞു. എനിക്കല്ല ഒന്നും പറയാൻ പറ്റത്തില്ല. CPR ഒരു സ്കോപ്പില്ല, കൈയും കാലുമൊക്കെ മരിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, പുള്ളിയപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഇവങ്ങി കരഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന അവസ്ഥയായിപ്പോയി. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഇതിൻ്റെ അകത്ത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൺസൾട്ടൻ്റ് അത് പറഞ്ഞ്, എടാ ഒരു NG ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്നും ആസ്പിരേറ്റ് ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞു. പുള്ളിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്, മെഡിക്കൽ നെഗ്ലിജൻസ് ഞാൻ പറയത്തില്ല, കാരണം പുള്ളി ഒത്തിരി ആത്മാർത്ഥമുള്ളൊരു കൺസൾട്ടൻ്റാണ്. പക്ഷേ അയാളുടെ ഈ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റ് മാനേജ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ തലയിൽ വരത്തില്ല. ചില സാധനങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് പോകും. അതാണ് ഞാൻ ശരിക്കും ഈ ഐറിഷ് ഫെസിലിറ്റിക്ക് എന്നപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഞാൻ കണ്ടു. അവിടെ ഗ്രൂപ്പ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഒരുത്തൻ്റെ കണ്ണിപ്പെടാത്തതോ അല്ല അവൻ്റെ ചിന്തയെ വരാത്ത സാധനം അവൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ ചിന്ത വരും, അത് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിട്ട് കൊടുക്കണം എന്ന് പറയും. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് അത് എങ്ങനെയാണെന്ന് വാങ്ങിയാന്നൊക്കെ പറയും. പക്ഷേ അവിടെ നടക്കുന്ന പരിപാടി വെച്ചാൽ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇയാളുടെ തലയ്ക്കകത്ത് ആ സമയത്ത് അത് ക്ലിക്ക് ചെയ്ത് വന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞ്, എടാ ഒരു മണ്ടത്തരം പറ്റി, ഒരു NG ട്യൂബ് ഇട്ടെന്ന് ഒരു ആസ്പിരേറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ സംഭവം പോയി, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇനി പോയത് പോട്ടെ, ഇനിയിപ്പോൾ അതൊരു ലെസണായിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി പരിപാടി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് പോരുകയും ചെയ്തു. ഇതാണ് എനിക്കൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഇത്രയും ഡെത്തിൻ്റെ അകത്ത് ഇതൊരു ഷോക്ക്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, റൈഗർ മോർട്ടിസ് അടിച്ചു. സാധാരണ CPR കൊടുക്കാനൊന്നും, കാരണം ഞാൻ ഓരോ നിമിഷവും അലർട്ടായിട്ടിരിക്കുന്ന വ്യക്തി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത. അപ്പം പേഷ്യൻ്റ് ഉറങ്ങിപ്പോയ കാരണം ഞാനും ഇച്ചിരി ഒന്ന് റിലാക്സ് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന. പക്ഷേ സഹോദരൻ ഉറങ്ങാൻ ഇനിയിപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു ഭീകരമായ എക്സ്പീരിയൻസാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഭീകരമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുക. അപ്പോൾ ഇതിനകത്ത് ലെസൺസ് ലേൺ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ NG ട്യൂബ് ഇടേണ്ടതാണ്. ഈ NG ട്യൂബ് ഇടേണ്ട ഇതിൻ്റെ അകത്ത് വേറൊരു ഫണ്ണി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ കൺസൾട്ടൻറ്റിന് എനിക്ക് ശ്വാസം മുട്ടാണല്ലോ, പുള്ളി പരീക്ഷണ അപ്രോച്ചാണ്. പുള്ളി എന്നോട് പറഞ്ഞ്, എടാ ഒരു മഗ്നീഷ്യം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പുള്ളി ചോദിച്ച്, സാറേ ഈ മഗ്നീഷ്യം ഇപ്പോൾ എന്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇംപ്ലിക്കേഷൻ പുള്ളി ചുമ്മാ ഒന്ന് ചോദിച്ചു. പുള്ളി പറയുക, എടാ നീ ഒരു നേഴ്സല്ലേ, ഞാൻ ഒരു ഡോക്ടറല്ലേ, അത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ എനിക്ക് എൻ്റെ ജോലിയിൽ പ്രസക്തി ഇല്ലല്ലോ, നീ ഇവിടുന്ന് ടേക്ക് ഓവർ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട്, നീ ഒന്നും ഇത് അറിയണ്ട, നീ മറ്റവരാണെന്നുള്ള മറ്റുള്ളവർ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം ഞാൻ ഇതുപോലൊരു സംശയം അന്നത്തെ ഡോക്ടർ മൈക്കിൾ കാപ്രയോട് ചോദിച്ചു. മൈക്കിൾ കാപ്ര വേൾഡ് ഫേമസ് ആയിട്ടുള്ള കൺസൾട്ടൻ്റാണ്. ആ കൺസൾട്ടൻറ്റിൻ്റെ ബാലെ കെട്ടാൻ കൊള്ളത്തില്ല ഇവിടുത്തെ കൺസൾട്ടൻറ്റ്. അപ്പോൾ മൈക്കിൾ കാപ്ര എന്നെ അവിടെ ഇരുത്തി ഒരു കസേരയിട്ട് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതെല്ലാം കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നു. ഒരു 10 മിനിറ്റ് എനിക്കത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു, എൻ്റെ സംശയങ്ങൾ മാറ്റി തന്നു. ഇതാണ് അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഇവർ ഭയങ്കര ഈഗോക്കാരാണ്. അവർക്കെന്ന് വെച്ചാൽ ഒരു ഈഗോ ഇല്ല. നമ്മുടെ ടെക്നോളജി വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രശ്നം പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അപ്രോച്ച്. അവർക്ക് അങ്ങനെ അപ്രോച്ച് ഇല്ല. ഇതാണ് ഇത് ജനറലി ഉള്ള ഒരു സ്വഭാവമാണ്. എത്ര കമ്പനി, ഞാൻ അങ്ങേരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്, പക്ഷേ അങ്ങേര് എനിക്കിട്ട് ഇങ്ങനെ ഒരു പണി തന്നു. ഇനി ഞാൻ വേറൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ RCCന്ന് വിട്ട് മെഡിക്കൽ കോളേജ് വന്നു. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഡെത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ പേഷ്യൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അവിടെ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഈ മെഡിക്കൽ കോളേജിലെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ RCCയിൽ ഉണ്ടായിരുന്നു BSc GNM പോരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BScക്കാർക്ക് പണിയൊന്നും അറിയത്തില്ല, ചുമ്മാ തിയറിസ്റ്റുകളാണ്. അങ്ങനെ ആയിരുന്നു പൊതുവേ. പിന്നെ GNMകാർക്കേ പണി അറിയത്തുള്ളൂ. ക്ലിനിക്ക് വർക്ക് ചെയ്യേണ്ടത് GNMകാരാണ്. BScക്കാർ ക്ലിനിക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് BScക്കാരെ ഇട്ട് ചവിട്ടി തീർക്കുക, അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, പോരുകുത്തുക, വളരെ മോശമായിട്ട് പെരുമാറുക, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുക തുടങ്ങിയ പരിപാടിയാണ് RCCയിൽ ഞങ്ങൾ എന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ശ്രീത്രയെ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഞാൻ RCCന്ന് റിസൈൻ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചെല്ലുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജോയിൻ ചെയ്യാൻ ചെല്ലുന്നതിന് ഒരു ഫണ്ണി എക്സാമ്പിളാണ്. ഞാനവിടെ രാവിലെ ജോയിൻ ചെയ്യാനായിട്ട് 7 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറേ നഴ്സിംഗ് സൂപ്രണ്ടുമാർ അവിടെ നിരന്നിരിപ്പുണ്ട് അതിൻ്റെ അകത്ത്, റൂമിൻ്റെ അകത്ത്. അപ്പോൾ ഞാനവിടെ ചെന്ന് പതുക്കെ തല കാണിച്ചപ്പോൾ, എന്താ കുട്ടി എന്നാണ് വിളിക്കുന്നവർ, എന്താ കുട്ടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് തല കാണിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും കുറേ
ഈ വൈറ്റ് ലഗോൺ കോഴികൾ പൊരുന്നിരിക്കുന്ന പോലെ ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ നിരന്നിരിക്കുക. ഇത് ഏതാ മൂത്തത്, ഏതാ ഇളയത്, ഏതാ ഇളവൻ മൂപ്പനൊന്നും നമുക്കൊന്നും അറിയത്തില്ല. എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുക. ചീഫ് നഴ്സിംഗ് ഓഫീസർ ഒരു സത്യം പറഞ്ഞാൽ ഒരു മുറി പോലും ഇതുങ്ങൾക്കില്ല അന്നത്തെ കാലത്ത്. ഒരു ക്യാബിൻ പോലും ഇല്ല. ചുമ്മാ ഇങ്ങനെ കോഴി ഇരിക്കുന്ന പോലെ എല്ലാം കൂടെ നിരന്നിരിപ്പുണ്ട്. പൊരുന്ന കോഴി ഇരിക്കുന്ന പോലെ വൈറ്റ് ലഗോൺ കോഴി ഇരിക്കുന്ന നിരന്നിരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, എന്താ കുട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വന്നെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയല്ല ജോയിൻ ചെയ്യുന്നത്, നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് നേരെ സൂപ്രണ്ട് ഓഫീസിലോട്ട് പോകാൻ പറഞ്ഞു. ഒരു വഴിയും പറഞ്ഞു തന്നു. ഞാൻ എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 7 കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു നൈറ്റ് സെറ്റ് വാച്ച്മാൻ ഉണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറയുക, ഈ സംഭവം ഇത് 11:30 ആകാതെ ഇവിടെ ഒരു മനുഷ്യൻ വരികയില്ല, ഇനി വല്ല ഫുഡ് കഴിച്ചിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ റൂമിലോട്ട് പോയി. അന്ന് ഞാൻ ലോഡ്ജിൽ താമസിക്കുക. അത് കഴിഞ്ഞ് 11:30 ആയി വന്നു. എൻ്റെ പേപ്പർ സാധനം എല്ലാം വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് ഡോക്ടർ ഡാലസ് ആണ് അവിടുത്തെ സൂപ്രണ്ട്. അപ്പോൾ ഡാലസ് വന്നപ്പോൾ ഒരു നൈസ് മനുഷ്യനാണ്. വന്ന് സൈനൊക്കെ ഇട്ടു, എല്ലാം സെറ്റപ്പ് ആയി. 2-3 മണിയായി സംഭവം എല്ലാം വെരിഫിക്കേഷനെല്ലാം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അപ്പുറം വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു നഴ്സ് സൂപ്രണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നഴ്സ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വന്നു. അപ്പം ഇത് ഹാൻഡ് ഓവറെല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ആൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്നോട് ഫുഡ് കഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ തന്നെ 3:30-4 ആയി. അപ്പോൾ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട്, പ്രകാശ, എടാ പ്രകാശ എന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ചു. അപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂത്ത മെയിൽ നേഴ്സ്, ഇന്ന് പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഒരു അപ്പൂപ്പൻ നേഴ്സ് പുള്ളിയും വന്നു. പറഞ്ഞു എന്താ സിസ്റ്റർ എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു, ഈ കൊച്ചനോടൊരു കാര്യം ചെയ്യും, ഇവൻ നമ്മുടെ പുതിയ ജോയിനിയാണ്, ഇവനെ കൊണ്ട് ഒന്ന് റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോം ഒക്കെ ഇടിപ്പിച്ചിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. പ്രത്യേക താളത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇരയെ കിട്ടിയ ഒരു മനോഭാവമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിത് പതുക്കെ ഈ പുള്ളി എന്നെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റിച്ച വീടും കൂടുമൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ RCC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഓൾറെഡി 4-5 വർഷമായിട്ട് തിരുവനന്തപുരത്തുള്ള വ്യക്തിയല്ല, നമ്മൾ പുതുതായിട്ടൊന്നും വ്യക്തിയൊന്നും അല്ല, നമ്മൾ ക്ലിനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു 2-ാം മാടി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ 2-ാം വാർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ഹോറിബിൾ, അപ്പോൾ എനിക്കതിനെ പറ്റി ഒരു ധാരണയില്ല, ഏറ്റവും ഹോറിബിൾ ഒരു വാർഡാണ്. അപ്പോൾ ഈ ഹോറിബിൾ വാർഡിൻ്റെ അകത്ത് ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒരു കാര്യം. ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോട്ടയത്താണ് പഠിച്ചത്, പക്ഷേ അതിനേക്കാൾ ഹോറിബിളാണ് ഈ 2-ാം വാർഡെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു M1 M2 ആണ് രണ്ട് സൈഡിലും. ഈ സൈഡിലെ M1-ൻ്റെ പേഷ്യൻറ്റ്, ആ സൈഡിൽ M2 പേഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു PGയും കുറച്ച് ഹൗസന്മാർ ഇവിടെ നിന്ന് വാചകം അടിച്ചുകൊണ്ടിരിക്കും. അപ്പുറം ഒരു മേശയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യം അറ്റൻഡ് ചെയ്യാൻ ഇപ്പുറം നേഴ്സ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു സെറ്റപ്പാണ് അവിടെ. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു. അപ്പം എന്നോട് അവിടുത്തെ ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു, ക്യാൻലഡ് അറിയാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവരുടെ ഒരു വിചാരം BSc-കാർക്ക് ക്യാൻലഡ് അറിയത്തില്ല, ഇവരുടെ ഉണ്ണാക്കന്മാരാണെന്നുള്ള ഇന്നത്തെ ഈ പഴയ GNM-കാരുടെ വിചാരം. ആ പുള്ളി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് കണ്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് അവിടെ ഈ DMO പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമുണ്ട്, അത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വിചാരം അവരെന്തോ ഭയങ്കര അവരുടെ തലയിൽ വാർഡൊക്കെ പോകുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാനല, അപ്പോൾ അവർക്ക് ക്യാനല കിട്ടാത്ത കുറേ ക്യാനല എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു എന്നോട്. ഞാൻ എല്ലാവർക്കും ക്യാനല ഇട്ട് കൊടുത്തു. കാരണം ഞാൻ RCC-ന്ന് ക്യാനല ഇട്ടിട്ട് വന്നാൽ, കാരണം 100 1000 ക്യാനലൊക്കെ കീമോ പേഷ്യൻറ്റിനും ക്യാനല ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്കതൊരു പ്രശ്നമല്ല. ഇട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ എന്തോ പരിപാടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 7 ആയി, അത് കൊട്ടം കറങ്ങി നിന്നു, ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു സ്ഥിരമായിട്ട് ഈ വാർഡിലോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാർഡിൽ ഒരു ഹെഡ് നേഴ്സ് ഉണ്ട്. അപ്പോൾ ഹെഡ് നേഴ്സ് എന്നോട് പറഞ്ഞു, നീ ഉച്ച കഴിഞ്ഞ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് എടുക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡേ ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സൗകര്യം ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. ഉച്ച കഴിഞ്ഞ് വന്ന് പതുക്കെ വന്ന് ഈ വണ്ടിയൊക്കെ എടുത്ത് പതുക്കെ പിന്നെ ഒരു ഡ്യൂസ് കൊടുക്കൽ മാത്രമേ ഉള്ളൂ പരിപാടങ്ങളുള്ളൂ, വേറെ അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഡ്യൂസ് കൊടുത്തോണ്ട് നമ്മൾ ഇച്ചിരി ദൂരം കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു കൂട്ടക്കച്ച് കേൾക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ഡെത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അവിടുത്തെ ഒരു ഡെത്ത്, 2-ാം വാർഡിലെ ഡെത്ത്. അയ്യോ അരക്കില്ലേ, ഓടിപ്പോയൂ എന്ന് പറഞ്ഞാൽ കുറിച്ച് കേൾക്കാം. അപ്പോൾ എല്ലാം കൂടെ ഓടി അവിടെ ചെല്ലും. അപ്പോൾ ഈ PGs ഹൗസന്മാരും എല്ലാം കൂടെ ഓടി അവിടെ എത്തും. നേഴ്സും ഒക്കെ, നേഴ്സ് ഞാനാണല്ലോ, വേറെ ആരും നേഴ്സ് ഇല്ല. അപ്പോൾ ഉടനെ തന്നെ രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ്, രാഘവ ട്രോൾ എടുത്തുകൊണ്ടുവരാൻ പറയും. ഉടനെ തന്നെ രാഘവൻ ട്രോൾ ചെയ്തിട്ട് ഓടും. എവിടുന്നാ വരുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഇത് എമർജൻസി ആയിട്ടൊരു മാനേജ്മെൻറ്റ് പരിപാടിയാണ്. കാരണം പേഷ്യൻ്റ് റെസ്പിറേറ്ററിന് ആവശ്യം നിന്നു, അവൻ കാർഡിയക് അറസ്റ്റ് പോയി, അവൻ്റെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ കൊണ്ടൊക്കെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഉടായിപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ ട്രോളി കയറ്റിക്കൊണ്ട് തള്ളിക്കൊണ്ട് ഒറ്റ പോക്കാം MICUവിൻ്റെ. അപ്പോൾ MICU എന്ന് പറഞ്ഞ സാധനം അവിടെ ഈ ഡോക്ടർ ഡാലസ് ആയിരുന്നു മെഡിസിൻ്റെ HOD. അപ്പോൾ ഈ ഡോക്ടർ ഡാലസ് ഒരു MICU ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറൊരു സെറ്റപ്പ്. അപ്പോൾ അതിൻ്റെ പുറത്തെ ഡോറ് തടന്നകത്തേക്ക് കയറ്റും, വാതിലും അടയ്ക്കും. അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ഫോൺ വരും. ഹലോ ഉടനെ ഞാൻ ഫോൺ എടുക്കും. ഹലോ 2-ാം വാർഡിലെ നേഴ്സാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങളുടെ ഒരു ബോഡി ഇവിടെ കിടപ്പുണ്ട്, വേഗം എടുത്തോണ്ട് പോകണമെന്ന് പറയും. കാരണം ഞാൻ പറയും, രാഘവ നമ്മുടെ ബോഡി ഒരെണ്ണമുണ്ടല്ലോ, അതിന് എടുത്തോണ്ട് പോരാൻ പറയും. അപ്പോൾ രാഘവൻ പറയും, അവിടെ സാറെന്നാണ് വിളിക്കുന്നത് മെയിൽ നേഴ്സുമാരെ, സാറേ ഡിക്ലെയർ ചെയ്തോന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞു. ഒച്ച വല്ലതും കേട്ടോന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഒച്ചയൊന്നും കേട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒച്ച കേൾക്കട്ടെന്ന് പറഞ്ഞു. അതായത് ഇത് ഡെത്ത് ആണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂട്ടക്കരച്ചിലുണ്ട് എൻ്റെ വാതിക്ക്, അതിവിടുന്ന് കേൾക്കാം. അയ്യോ അയ്യോ ഓടിവായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൂട്ടക്കരച്ചിൽ. അപ്പോൾ കുറേ കൂടെ നെഞ്ചത്തടിയൊക്കെ ആയിട്ട്. അപ്പോൾ ആ കൂട്ടക്കരച്ചിൽ കഴിഞ്ഞിട്ട് പോയാലേ ഒരു സംഭവം ശരിയാകത്തുള്ളൂ. കാരണം ഇത് ഡിക്ലെയർ ചെയ്യണമല്ലോ. എന്നാൽ രാഘവൻ പറയുന്നത്, രാഘവൻ അവിടുത്തെ മൂത്ത ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ്, നമ്മളവിടെ പുതിയതാണല്ലോ. അപ്പോൾ ഈ രാഘവൻ അത് കഴിഞ്ഞിട്ട് പതുക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കൂട്ടക്കരച്ചിൽ കേൾക്കാം. കൂട്ടക്കരച്ചിൽ കഴിയുമ്പോൾ രാഘവൻ പതുക്കെ തന്നെ പൊക്കോളും. പുള്ളി അതൊക്കെ തന്നെ മാനേജ് ചെയ്തോളും. അപ്പോൾ തന്നെ അവിടെ ചെന്ന് ഈ ബോഡി ഇങ്ങനെ വലിച്ചുകൊണ്ടിങ്ങനെ കൊണ്ടുവരും. അതിൻ്റെ പുറകിൽ ഒരു ആമ്പുബാഗും പിടിച്ചോണ്ടൊരു വീജിയും അതിൻ്റെ പുറകിൽ ഒരു ഹൗസയ്യനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അതായത് യുദ്ധം തോറ്റ ജനറൽ വരുന്ന പോലെ, അതായത് നമ്മൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട ജനറൽമാർ വരുന്ന പോലെ ഒരു വീജി ഹൗസയ്യനും പതുക്കെ ഈ ബോഡിയുടെ പുറകെ തള്ളി ഇങ്ങനെ പോരും. അതിൻ്റെ പുറകെ കൂട്ടക്കച്ചിലുമായിട്ടൊരു സംഭവം വരും. അത് സൈഡിലോട്ടൊരു കത്തിൻ്റെ ഒരു കോണറുണ്ട്, ഉണ്ടാവേണ്ട സൈഡിൽ കോണറുണ്ട്. ആ കോണറിൽ സൈഡ് ബെഡിലോട്ട് ഉണ്ടെങ്കിൽ ആ സൈഡിലോട്ട് ഉണ്ടാക്കി കയറ്റും. ഉടനെ രാഘവൻ ഇവരോട് ചോദിക്കും, ആരാ കൂടെ, ആരാ പുരുഷന്മാരാരാ ഉള്ളത്, ഉടനെ ഒരാൾ വരും. വീട് എവിടെയാണ്? കല്ലമ്പലത്താണ്. ആംബുലൻസ് വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. അപ്പോൾ ഇതെന്നെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിന്നുള്ള ചില്ലറ മേടിയായ പരിപാടി. എന്നിട്ട് പറയും, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിത്തരാം, വേഗം പോയി സർസി ടെക്സ്റ്റൈൽസ് പോയി മേടിച്ചിട്ടുണ്ടാകും. 2 മീറ്റർ തുണി, പിന്നെ യൂഡിക്കോളാണ്, പിന്നെ കുറച്ച് പൗഡർ പറഞ്ഞ സാധനം. യഥാർത്ഥം എന്നാ സാധനം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ലെഫ്റ്റ് ഓവർ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഓവർ വെച്ചിട്ട് ഈ സാധനം ചെയ്തിട്ട് ബാക്കി സാധനം അവിടെ കൊണ്ട് തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കും. എന്നാൽ സർസി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നേരെ വാദിക്കാൻ. അവരതിൻ്റെ ആൾക്കാർ, അവർ ഈ യൂഡിക്കോളൊക്കെ അവിടെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, തുണിയുടെ ആൾക്കാർ അവരാ. അപ്പോൾ അവരുടെ അപ്പം ഈ വീട്ടുകാർ അവർ പാവങ്ങളല്ലേ, അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അവർ അവിടെ പോയി സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഇത് ഓൾറെഡി സെറ്റാക്കി, പഴയ ലെഫ്റ്റ് ഓവറോട് ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് സെറ്റാക്കി ആക്കി ഒന്ന് പൊടിയും തട്ടി കെട്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇത് ഹൗസേനെ കൊണ്ട് ഒന്ന് എഴുതിപ്പിക്കുന്ന ഹൗസേനല്ല, VG ഹൗസേനാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നിട്ട് ഇയാൾ ഓടുക കാഷ്വാലിറ്റിയിൽ. കാരണം കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ഇത് സൈൻ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ ഈ മെഡിക്കൽ ഓഫീസർ ഇയാൾ ഡെത്ത് ആണെന്ന് ഒരാൾക്ക് പറ്റി ഒരു അറിവുമില്ല. ഇയാൾ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ പുറത്ത് കയറി ചുമ്മാ സൈൻ ചെയ്യുക. ഈ പേഷ്യനെ കാണുന്നു, ഈ ഡെത്ത് കാണുമോ, ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുമോ, ഒന്നും അയാൾ ചെയ്യുന്നില്ല. ഇതാ അവിടുത്തെ സിസ്റ്റം അതാ. എന്നിട്ട് അയാൾ സൈൻ ചെയ്യുക, ശരി വിശ്വാസത്തിന് പുറത്തങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സൈൻ ചെയ്ത് സാധനം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയല്ലോ. പിന്നെ ഉടനെ ഇപ്പോൾ ആംബുലൻസ് വിളിച്ച് പുള്ളിയുടെ സിംഗിടി ആംബുലൻസ് വന്ന് സംഭവം എല്ലാം കൂടെ ഇവരെല്ലാം കൂടെ കൂട്ടിക്കെട്ടി അവിടെ കൊണ്ടുവന്ന് ആംബുലൻസെ കൊണ്ട് കയറ്റി ചില്ലറ മേടിച്ചിട്ട് പോകും. ഇതെന്തിനായി കിടന്ന് ഈ ബഹളം വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടൈം മാറിപ്പോയി കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഷിഫ്റ്റ് മാറിക്കഴിഞ്ഞപ്പോൾ എക്സാമ്പിൾ പേഷ്യൻറ്റ് 12 മണി അയച്ചു, 1:30 ഷിഫ്റ്റ് കഴിയും. അത് കഴിഞ്ഞ് കാശ് മേടിക്കുന്ന ഉച്ച കഴിഞ്ഞുള്ളവനായിരിക്കും. അപ്പോൾ അത് കാരണം ഇവന്മാർ കാശ് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ കിടന്നുകൊണ്ട് ആ സമയത്തെങ്ങാനും മരണമാണെങ്കിൽ പിന്നെ കിടന്ന് ഊട്ടി താടി തുള്ളി ചാടിയാണ് ഈ സാധനമൊക്കെ ചെയ്യുന്നത്. എന്തോ ഒരു ആക്രാന്തം പോലെയാണ് ഇതൊന്നും ചെയ്ത് തീർക്കാൻ വേണ്ടി. PEസിനെയൊക്കെ വിളിച്ച് പുറകെ നടന്ന് അവരെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ചെല്ലാം ചെയ്യുക. ഇത് സത്യം പറഞ്ഞൊരു ഫണ്ണി ജോക്കാണ് ഇവിടുത്തെ ഈ ഡെത്തിൻ്റെ മാനേജ്മെൻറ്റും. സത്യം പറഞ്ഞാൽ അകത്ത് ഈ പേഷ്യൻ്റ് ഈ ICUവിനകത്ത് കയറ്റുന്ന കോറിഡോറിൽ കയറ്റി ഒരു തേങ്ങയും ചെയ്യുന്നില്ലെന്നാണ് സത്യം. എന്നിട്ട് അന്ന് തന്നെ അപ്പം തന്നെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലുക, 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഫോൺ വിളിച്ചിട്ട് ആ നേഴ്സ് പറയുക, നീ ഇവിടുത്തെ നേഴ്സാണോടാ എടുത്തോണ്ട് പാടാന്ന് പറഞ്ഞത് നമ്മളോട് പറയുക. എന്നുവെച്ചാൽ അപ്പം തന്നെ അത് കഴിഞ്ഞു എന്നുള്ള. അവൻ അവിടെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഉടായ്പകളൊക്കെ അവിടെ നടക്കുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫണ്ണി ജോക്കായിട്ട് തോന്നിയ ഒരു ഡെത്താണ് ഈ ഡെത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറേ ഡെത്തുകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പല ഡെത്തുകളും എനിക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ഈ 2 ഡെത്ത്, അതായത് ഞാൻ ഈ 2 സെറ്റപ്പിലും ഒന്ന് കമ്പയർ ചെയ്തതാണ്. അപ്രതീക്ഷിതമായിട്ട് വന്ന ആ ഡെത്തും പിന്നെ ഈ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ രണ്ടാമായിട്ടിലെ ഒരു ഡെത്ത്. നമുക്ക് ആ ഡെത്ത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്നുള്ള കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഇത് ഒരാൾ ഒരു കൂട്ടക്കരച്ചിലും പിന്നെ ഒരു ബോഡി എടുത്തുകൊണ്ട് പോക്കും തിരിച്ചു വരല്ലോ. പിന്നെ ട്രോളി മുന്നോട്ട് തള്ളിച്ചിരുമ്പോൾ ഒരു ഷിഫ്റ്റിലൊക്കെ 3 ഡെത്തൊക്കെ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ 160-180 പേഷ്യൻസ് അവിടെ കിടക്കുന്നത്. അവർക്ക് പോലും അറിയത്തില്ല ഇതൊക്കെ അവരാരുടെ യൂണിറ്റ് ആണെന്ന് പോലും അറിയത്തില്ല. എവിടെയാണ് അവർ കിടക്കുന്നത്, അവർ മരുന്നൊന്നും കറക്റ്റായിട്ട് ഇവർക്കൊന്നും എഴുതി കൊടുക്കാറില്ല. ഈ ഹൗസേമാർ നിന്ന് എഴുതി, കാരണം അവന്മാർക്കൊന്നും മൊത്തത്തില്ലാത്ത ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് ഈ ചിലപ്പം മെഡിസിനുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ചില പേഷ്യൻസ് പറയും ഇന്നത്തെ മരുന്ന് വല്ലതും കയ്യിലുണ്ടോയെന്ന് ചോദിക്കും. ഉടനെ തന്നെ അവരൊരു കിഴിക്കെട്ടുമായിട്ടൊക്കെ ചില പേഷ്യൻസ് നമ്മുടെ മടിശീലയ്ക്കകത്തുനിന്ന് കുറേ മെഡിസിൻ എടുത്ത് കൊണ്ട് തരിക. ഇതെല്ലാം തീരാതെ എങ്ങനെയാണ് പുതിയത് മേടിക്കുന്നത്, അതുകൊണ്ട് ഇത് തീർന്നിട്ട് ഇത് മതി എന്ന് പറയും. അപ്പോൾ അത് തന്നെ അതെടുത്തിട്ട് കുത്തും. അങ്ങനെയൊക്കെയുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം. അതിനിടയ്ക്ക് വേറൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിനെല്ലാം ഈ നൈറ്റിലൊക്കെ ഈ മെഡിസിനൊക്കെ 4 മണിക്കും 3 മണിക്കും ഒക്കെ കലക്കി വെക്കും. കലക്കി വെച്ചിട്ട് പുട്ടുകുറ്റി പോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ടാണ് അത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അതൊക്കെ മാറിയോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അന്നത്തെ ഹെഡ്മാരെല്ലാം ഒരു യൂസ്ലെസ് ഹെഡാണ്. ഞാനൊക്കെ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ നോക്കി. പക്ഷേ ആ ഹെഡൊന്നും അംഗീകരിക്കത്തില്ല. കാരണം ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവർ പേഷ്യൻറ്റിനോട് 1% പോലും ആത്മാർത്ഥത ഇല്ലാത്ത ഹെഡ്മാരും സ്റ്റാഫുമാരും അവിടെ വർക്ക് ചെയ്യുന്നത്. 1% പോലും ആത്മാർത്ഥത ഇല്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പേഷ്യൻറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ചീത്ത വിളിക്കുക. അത് ഡോക്ടറുടെ ജോലിയാണ്, അത് ചെയ്യണ്ട, ബ്ലഡ് എടുത്ത് കൊടുക്കാൻ ചെയ്യണ്ട,
നീ ചെയ്യണ്ട, നീ അവരുടെ പണി ഏറ്റുപിടിക്കാൻ പറ്റത്തില്ല. നീ RCC നിന്ന് വന്നതാ, നിനക്ക് ഇവിടുത്തെ റൂളൊന്നും അറിയത്തില്ല, നീ വേണ്ടാതിനും ചെയ്യാറുണ്ടല്ലോ, നിന്നെ ഞാനുണ്ടല്ലോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുക, പുറകോട്ട് മാറ്റിയിരുത്തി. അതുപോലുള്ള വെച്ചാൽ ഇവർക്കൊന്നും ഒരു പേഷ്യൻറ്റിനോടൊരു ആത്മാർത്ഥതയില്ല. ഈ നേഴ്സാണെന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസിനെ, ഈ ഹെഡ് നേഴ്സുമാരെ പ്രത്യേകിച്ച്, ഇതുപോലെ ഒരു യൂസ്ലെസ്സുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു താല്പര്യവും ഇല്ല. എന്തൊക്കെയോ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ട് കാണിക്കുന്നു, 1:30 വീട്ടിൽ പോകുന്നു. അതിനിടയ്ക്ക് വേറൊരു ഭയങ്കര സംഭവം പറയാം. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ് നേഴ്സ് കുറച്ച് BP അപ്പാരറ്റസ് അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഈ BP അപ്പാരറ്റസ് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എൻ്റെ കൂടെ വേറൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ആ പാർട്ടി പറഞ്ഞ് പുള്ളി ഒരെണ്ണം എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം അതെന്നാ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ്, കാരണം നമുക്കിതൊന്നും അറിയില്ല. ഞാൻ ശ്രീതല RCC വർക്ക് ചെയ്യുന്ന അവിടെ ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, ഇത് ചുമ്മാ കൊണ്ട വെച്ചിരിക്കുന്ന, ഇതിൻ്റെ അകത്ത് നമുക്കറിയാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവനെ കൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നപ്പോൾ എന്നോട് ചോദിക്കുക, ഈ സാധനം ഒറ്റെണ്ണം കാണുന്നില്ല, ഇതൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചു. പുള്ളി അവരൊരെണ്ണം മാറ്റി വെച്ചിരുന്നു, അവൻ്റെ കാണുന്നില്ല, അവൻ്റെ ആണ്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഹെഡ് പറയുന്നത് കേട്ട് ഇവിടെ ഞാൻ 5-6 BP അപ്പാരറ്റസ് വെച്ചു, ഒറ്റ BP അപ്പാരറ്റസിൽ ആൾക്കാരെല്ലാം കൊണ്ടുപോയെന്ന്. ഇത് പേഷ്യൻസ് ആണ് കൊണ്ടുപോയത്, ഡോക്ടറാണ് കൊണ്ടുപോയത്, ഹൗസ് വൈഫാണ് കൊണ്ടുപോയത്, നേഴ്സാണ് കൊണ്ടുപോയത്, ദൈവത്തിന് മാത്രം അറിയാം. ആ സാധനം എല്ലാം ഒറ്റയെണ്ണം കാണാനില്ലെന്ന് അവരോടൊക്കെ വെള്ളം വെക്കുന്നുണ്ടായിരുന്നു. അതിന് ഇതിനൊന്നും ഒരു ഒരു സംവിധാനം ഒന്നും ഇല്ല, കണക്കോ തൊപ്പിയോ ഒന്നും ഇല്ല. ഇതൊക്കെ ഒരു അൾട്ടിമേറ്റ്ലി ഇതിനൊന്നും ഒരു കൺട്രോളും ഇല്ല. എനിക്ക് വേറൊരു എക്സാമ്പിൾ പറയാനുള്ളത്, ഞാൻ ശ്രീത്രയെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സർജിക്കൽ ICU സിക്കു എന്ന് പറഞ്ഞ സാധനം തുടങ്ങി. 2000-ലായി സംഭവം, 1999 കാലങ്ങളിൽ. സിക്കു തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഷംനാഥ് ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഇവിടെ ഉള്ളവർക്ക് വെന്റിലേറ്റർ മാനേജ് ചെയ്യാൻ അറിയത്തില്ല, വെന്റിലേറ്റർ പേഷ്യനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല, വീൻ ചെയ്യാൻ അറിയത്തില്ല, വെന്റിലേറ്ററിൽ നിന്ന് ഒരു വലിച്ചു പറിച്ച് ഊരും, അപ്പോൾ തന്നെ ബ്ലൂ കളറാവും, പിന്നെ തിരിച്ചിടും. ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരാൾ നീ എനിക്കൊന്ന് പറഞ്ഞു, ഈ വിവരമില്ലാത്തവന്മാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇത് ചെയ്ത് തരാം, ഒന്ന് പഠിച്ചെടുക്കട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ഇത് പഠിക്കാനായിട്ട് അവിടെ ചെന്നു, ഇതൊന്നും പിന്നെ പറഞ്ഞു കൊടുക്കാൻ ചെന്നു. ഞാൻ ഷംനാഥിന് ഇത് ഒരു വെന്റിലേറ്റർ വെച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ PGs ഹൗസന്മാരെല്ലാം കൂടി ചുറ്റും കൂടിയിരിക്കുക. അവന്മാർക്ക് ഇത് സംഭവം അറിയത്തില്ല. അപ്പോൾ അവന്മാർ വിചാരിച്ച് ഞാനെന്തോ ചിത്രം കണ്ട് സംഭവമെന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ ഒട്ടും വിട്ടുകൊടുത്തില്ല, ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. അന്നത്തെ ആൾക്കാരെല്ലാം ഭയങ്കര താങ്ക് യു പറഞ്ഞു. കാരണം അവർക്ക് ഈ സാധനം അറിയത്തില്ല, വെന്റിലേറ്റർ മാനേജ്മെൻറ്റ് അവർക്ക് അറിയത്തില്ല, ഇവർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവർ തന്നെ കുത്തിപ്പിടിച്ച് പഠിക്കുക. അങ്ങനെ മെഷീനും പോകും, വെന്റിലേറ്ററും പോകും, എല്ലാം പോകും. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു അന്നത്തെ കാലത്തെ ഒരു സെറ്റപ്പ്. അതിനകത്ത് നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ സെറ്റപ്പിൽ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇനി വേറെ ഒരു ഡെത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഡെത്തുകളുണ്ട്, സേവ് ചെയ്ത സംഭവങ്ങളുമുണ്ട്. ഞാനപ്പോൾ കുറച്ച് പുതിയ കുറച്ച് സ്റ്റോറികളുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പം ഇത്രയും സമയം നിങ്ങൾ ഈ എൻ്റെ ഈ സ്റ്റോറി കേട്ടതിന് താങ്ക് യു വെരി മച്ച്. അതുപോലെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ, ഇതൊക്കെ ഒരു ലൈവ് എക്സാമ്പിൾസാണ് ഞാൻ ഈ പറയുന്നത്. സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.